പമ്പയിൽ നിന്ന് അപ്പച്ചൻസ് വാങ്ങിയ ഡെൽമാർക്ക് ഡ്രയറിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡെൽമാർക്ക് ഡ്രയറിന് പല ഭാഗത്തു നിന്നും എൻക്വയറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതേസമയത്ത് തന്നെ പലർക്കും എൻ്റെ പ്രവർത്തന രീതികൾ കാണണമെന്ന് താല്പര്യമുണ്ട്. ഇപ്പം ഇതിൻ്റെ ചില കാര്യങ്ങൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചില കാര്യങ്ങൾ ഞാനൊന്ന് പങ്കുവെക്കാം. ഡെൽമാർക്ക് ഡ്രയർ ഇത് 5 ട്രേഡ് ഡ്രയറാണ്. 5 ട്രേഡ് ഡ്രയർ എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലാണെങ്കിൽ അതിൻ്റെ വിലയെന്ന് പറയുന്നത് 49,000 രൂപയാണ്. അതേ സമയത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 3 ട്രേഡ് ഡ്രയർ ആണെങ്കിൽ 34,500 രൂപയാണ്. അതേപോലെ തന്നെ 5 ട്രേഡ് എം എസിൻ്റെ ഡ്രയർ ആണെങ്കിൽ അതിൻ്റെ വിലയും 34,500 രൂപയാണ്. ഒരു ട്രേയിൽ 20 തേങ്ങയാണ് വെക്കാൻ പറ്റുന്നത്. ഇപ്പം 5 ട്രേ ഉള്ളപ്പോൾ അതിന് 100 തേങ്ങ ഇതിനകത്ത് ഉണക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജാതിയുടെ പത്രി ആണെങ്കിൽ ഒരു ട്രേയിൽ 2 kg പത്രി ഉണക്കാനായിട്ട് എടുക്കാം. അതേപോലെ തന്നെ ജാതിക്കയാണെങ്കിൽ 5 kg ജാതിക്ക ഒരു ട്രേയിൽ എടുക്കാൻ പറ്റും. കുടംപുളി ആണെങ്കിൽ 5 kg, മുളകാണെങ്കിൽ 1.5, മല്ലിയാണെങ്കിൽ 3, മഞ്ഞളാണെങ്കിൽ 4. ഇനിയും വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ കട്ട് ചെയ്യുന്നത് അതിൻ്റെ സൈസോടെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 മുതൽ 3 വരെ, ഈ ചക്കയാണേലും കപ്പയാണേലും 2 മുതൽ 3 വരെയുള്ള കിലോ നമുക്ക് അതിനകത്ത് എടുത്ത് ഉണക്കാനായിട്ട് സാധിക്കും. ഇറച്ചിയാണേലും മീനാണേലും അങ്ങനെ തന്നെ. ഈ 3 ട്രേ ഉള്ള ഡ്രയറിൻ്റെ വൈദ്യുതിയുടെ കൺസംഷൻ എന്ന് പറയുന്നത് 1 മണിക്കൂർ പ്രവർത്തിക്കുന്നതിന് 1/2 യൂണിറ്റാണ്. അതേ സമയത്ത് 5 ട്രേ ആണെങ്കിൽ 3/4 യൂണിറ്റാണ് 1 മണിക്കൂറിന് വേണ്ടി വരുന്നത്. അതേപോലെ 7 ട്രേയുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഡ്രയറിൻ്റെ വില എന്ന് പറയുന്നത് 62,000 രൂപയാണ്. 10 ട്രേ ആണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിൽ 80,000 രൂപയാണ്. അതുപോലെ 10 ട്രേയുടെ MS ആണെങ്കിൽ 64,000 രൂപയാണ്. അതൊന്ന് പറഞ്ഞു സാജു. അപ്പച്ചൻസ് പറഞ്ഞത് കാരണം ആ വയർ 5 ആംപിയറിൻ്റെ സോക്കറ്റാണ് ഫിറ്റ് ചെയ്ത് വിടുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള വൈദ്യുതി എടുക്കുന്നുള്ളൂ. ഈ 3 പിൻ ടോപ്പ് 5 ആംപിയറിൻ്റെയാണ്. അപ്പോൾ ഈ 1.5ൻ്റെ വയർ ആകാൻ സാധ്യതയുണ്ട്. പുറത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഇതിൻ്റെ കണക്കൊന്ന് 1.5ൻ്റെ ആയിരിക്കും. അതിൻ്റെ തക്ക ലോഡെല്ലാം ഇട്ട് വരുന്നുള്ളൂ. വലിയ കറണ്ട് ചാർജൊന്നും എനിക്ക് ആവുന്നില്ല. ഒരു സെറ്റ് കൊപ്ര അപ്പച്ചൻസ് മാറ്റിയ ശേഷം അടുത്ത സെറ്റ് തേങ്ങ അതിലേക്ക് എടുക്കുകയാണ്. ഇവിടെ ചിപ്സൊക്കെ വറക്കുന്ന വെളിച്ചെണ്ണ മുഴുവൻ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അല്ല, എനിക്ക് രാത്രിയും പകലും എൻ്റെ ഡ്രയർ ഓണാണ്. എന്നാലേ എനിക്ക് വെളിച്ചെണ്ണ വരത്തുള്ളൂ. ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മുടെ നാട്ടുകാർക്ക് ചക്ക വരട്ടിക്കും മറ്റും ഇത്രയും ഡിമാൻഡ് ഉണ്ടല്ലോ എന്നുള്ളത്. ഈ ലോകമെല്ലാം മേടിച്ചതല്ലേ അതിൻ്റെ പന്ന സാധനങ്ങളാണ്. ഇവര് അതാ എന്നെ കൊല്ലും. കാരണം എന്തോ അത്ര ആൾക്കാർ ഉണ്ടാവും. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു 6 മണിക്ക് ശേഷം 6 മണിക്ക് ശേഷം ഒരു 15 കോളേജിലും എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഉച്ചയ്ക്കൊന്ന് മയങ്ങി എഴുന്നേറ്റായിരുന്നു. വെളുപ്പിനെ എഴുന്നേക്കുന്നതല്ല, ഒന്ന് മയങ്ങി എഴുന്നേറ്റ് 3 മണിക്ക് ശേഷം 4 പേര് വന്നു പോയി. ഒരെണ്ണം ഞാൻ വേണ്ട ചെങ്ങന്നപ്പള്ളിയിൽ അവിടെ കൊടുത്തു. സൗദിയിൽ നിന്ന് പേയ്മെന്റ് നടത്തിയേക്കുന്നത് ആരാന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ ആ വീടിന്റെ വാതൊക്കെ ഗേറ്റിലിട്ടേക്ക് പോലുമായിരുന്നു. അവർ അങ്ങനെ പറഞ്ഞ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. 2 കൂട്ടർ എങ്ങാണ്ടൊന്ന് വന്നോണ്ടിരിക്കുന്നു. ഈ 2 കൂട്ടരെ എനിക്കറിയത്തില്ല. ഇപ്പൊ ജെയിംസ് കണ്ടില്ലേ ഒരു വിളി വരുന്നത്, വന്നാൽ കിട്ടും, പിന്നെ പോരും, നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കല്ലേ. ഇത് തമിഴ്നാട്ടിലെ തേങ്ങയൊന്നുമല്ല, നമ്മുടെ നാട്ടിലുള്ള തേങ്ങയാണ്. ചെറുനാട്ടെ തേങ്ങയാണിത്. 3/4 കിലോ ഒക്കെ ഉള്ള തേങ്ങയാണ് ഉണ്ടല്ലേ. അപ്പോൾ 5ാമത് ട്രെയിൻ വെച്ചിരിക്കുകയാണ്. ഇനി എൻ്റെ പ്രവർത്തന രീതി സാജു ഒന്ന് കാണിച്ചായിരുന്നു. പ്രവർത്തന രീതി ഒന്നുമില്ല. അടയ്ക്കുക. ഇത് അടയ്ക്കുമ്പോൾ തന്നെ ഇവിടെ കണ്ട് ചേർന്നിരിക്കാൻ, ചൂട് വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജ് അടയ്ക്കുന്ന പോലെ അടച്ചേക്കുക. ഓക്കെ. അതിന് ശേഷം സ്വിച്ച് നമുക്കറിയാമല്ലോ, സ്വിച്ച് ഇടുക. ഈ സ്വിച്ച് ഇതിൻ്റെ പവർ സ്വിച്ചാണ്. ഇതിടുക. ഇതിട്ട് കഴിയുമ്പോൾ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും.
ഇപ്പോൾ ഇതിൻ്റെ ഹീറ്ററിൻ്റെ ലൈറ്റ് കണ്ട് ഇപ്പോൾ കത്തി, ഓക്കെ. ഇപ്പോഴാണ് കത്തിയ ഹീറ്ററും വർക്കായി. ഇപ്പോഴ് ഇതിനകത്തിലെ ചൂട് അന്തരീക്ഷ ഊഷ്മാവല്ല, ഇതിനകത്തിലെ ചൂട് 30 ഡിഗ്രിയാണ്. ഇത് പക്ഷെ ഞാൻ 60 സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് കണ്ടോ? ഓക്കെ. ഇതിങ്ങനെ ഇനിയൊന്നും നമ്മൾ ചെയ്യാനില്ല. 60-ൽ ഇങ്ങനെ ഇതിങ്ങനെ ഈ തേങ്ങ 14 മണിക്കൂർ കഴിയുമ്പോൾ കൊപ്രയെ എടുക്കാൻ തേങ്ങ ചിരട്ടയിൽ നിളക്കാൻ പറ്റും അല്ലേ? അപ്പൊ അങ്ങനെ ഇളക്കിയ ചിരട്ട ഇപ്പൊ നമ്മൾ കണ്ടേ. പിന്നെ അത് അടുത്ത 14 കൂടെ ഇരുന്നതാ ഇപ്പൊ നമ്മൾ മാറ്റി. ഓക്കെ ഓക്കെ. ഇനിയും ഇത് അങ്ങനെ വെച്ചിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യും. ഒരു ചാക്ക് അകത്ത് വേറെ ഇരിപ്പുണ്ട് ഇതുപോലെ തന്നെ എടുത്ത്. ഓക്കെ ഓക്കെ. അപ്പോൾ അത് 3 എണ്ണം ഒന്നിച്ച് മിക്സ് ചെയ്താൽ നമ്മൾ ആട്ടാൻ പോകുന്നത്. എങ്കിലേ നമുക്ക് ഈ വെളിച്ചെണ്ണ തേങ്ങ പറ്റണ്ടേ. ഓക്കെ. അതിന് ഫാൻ എവിടെ ആയിട്ടായിരിക്കുന്നത്? ഈ ഒരു ഫാൻ ഇവിടെ ഉണ്ട്. ഇവിടെ ആണ് ഫാൻ അല്ലേ? ഫാൻ ഇത് എക്സോസ്റ്റ് ആണ്. ഇതിനകത്ത് 2 ഫാൻ, അതിപ്പോൾ നമുക്ക് ഇനിയും കാണത്തില്ല അകത്ത് സാധനം വെച്ചാൽ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഇപ്പോൾ കണ്ടോ 30 പിന്നെയും വന്നു. ഇനി ഇതിങ്ങനെ ഇതിനകത്തിലെ സാധനം ചൂടാവുന്നതനുസരിച്ച് കൂടി 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 വന്ന് 60-ലെത്തും. ഓക്കെ. പിന്നെ 60-ലെത്തുമ്പോൾ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആകും ഇതിൻ്റെ ഹീറ്റർ. അത് കഴിയുമ്പം ചൂട് താഴുമല്ലോ. ഇത് കറക്റ്റ് ഉണങ്ങുന്നിടം വരെ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ. 60-ൽ എത്തും, താഴ്ന്നു ഓഫ് ആവും, പിന്നെ 58 57 ആവും, പിന്നെ ഓൺ ആവും, വരും, അങ്ങനെ ആവും. ഇത്രയുള്ള കാര്യം, ഇത്രയുള്ള നിസ്സാര കാര്യം. 31 ആയത് കണ്ടു. സ്റ്റെബിലൈസർ ഒക്കെ എക്സ്ട്രാ മേടിക്കേണ്ടതുണ്ടോ? അത് ഒന്നും മേടിക്കത്തില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുവരെ ഇപ്പം ഞാൻ 2 എണ്ണമായി. പൊതുവെ ആർക്കും യാതൊരു പ്രശ്നമൊന്നും അങ്ങൊന്നും ആവുന്നില്ല. കുഴപ്പമില്ല, നല്ലതാ. നല്ല വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല, വലിയ പരാതിയൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ആരോ ഒരു കമന്റ് ഇട്ടേക്കുന്നുണ്ട്, ഒത്തിരി അത് കാര്യമൊന്നുമില്ല. ഹീറ്റർ അല്ലേ, ഇതൊരു ഹീറ്റർ അല്ലേ, ഈ വയർ ഇത്രയല്ലേ ഉള്ളൂ, ഈ 5 ആംപിയറിന്റെ കറണ്ട് അല്ലേ ഇത് എടുക്കുകയുള്ളൂ. അവർ കമ്പനിക്കാർ ഇത് അവരുടെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്താന്നല്ലേ ഈ കേബിൾ. കാരണം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു വിഭാഗം ആൾക്കാരെപ്പോഴും എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ കുറ്റം പറയുന്ന ആൾക്കാരാണ്. ഇതിന് ആലാപണി തുടങ്ങിയപ്പോൾ പോലും എല്ലാത്തിനും കുറ്റമല്ലായിരുന്നു, ഇപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയില്ലയോ? അത് സ്വാഭാവികം. PhD എടുത്ത ആൾക്കാരൊന്നുമില്ല, ഇത് കമ്പനിക്കാരാണ്. അത് തന്നെ. പിന്നെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നല്ല സർവീസാണ് തന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മളെ കൊണ്ട് ഇവിടെ സെറ്റ് ചെയ്യിക്കാൻ. നമുക്ക് വേറെ സെറ്റിംഗ് ഒന്നുമില്ല, എനിക്ക് കൊപ്ര മാത്രമേ ഉള്ളൂ, എനിക്ക് കൊപ്രയുടെ മണി മാത്രമേ ഉള്ളല്ലോ. ആരോഗ്യകരമായിട്ടുള്ള വിമർശനങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുകയും ചെയ്യാം. കമ്പനി റെഡിയാണ് എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അവരെപ്പോഴും റെഡിയാണ്. എൻ്റെ ഇപ്പോൾ 2 വർഷമായി കൂടുതലായില്ലേ, അതിനൊന്നും കംപ്ലൈൻറ്റ് ഇല്ലല്ലോ. ഇല്ല, ഇപ്പോഴും നല്ലതായിട്ട് വർക്ക് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും സഹപാഠികളാണ്. ആലാപിമണിയുടെ ഏറ്റവും വലിയ സംരംഭകരിൽ ഒരാൾ അപ്പച്ചൻസാണ്. അപ്പം ഗുണഭോക്താവും അതേ നാടും. കാരണം അതുകൊണ്ടല്ലേ ഇത്രയും ചക്ക ഇവിടെ ഈ നാട്ടിൽ പാഴാകാതെ ഉപയോഗിക്കാൻ പറ്റുന്നത്. 1000 എന്ന നമ്പറിലേക്ക് എത്താൻ ഇനിയും വിരളയിലുണ്ടാകുന്ന ചക്കകൾ മതി. കഴിഞ്ഞ വർഷം 5000 ചക്ക എടുത്തായിരുന്നു. 4600 അത് തന്നെയല്ല, ഇത്രയും പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതും വലിയൊരു കാര്യമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയൊക്കെ നോക്കിയാൽ കൊടുക്കാന്ന് പറഞ്ഞാൽ അവൻ കണ്ടില്ല, ഇതുവരെ ഇവിടുന്ന് പോയിട്ടില്ല. അപ്പോൾ അവന് എന്നോടുള്ള ആത്മാർത്ഥത എന്താ, ഈ പ്രസ്ഥാനത്തോടുള്ള ആത്മാർത്ഥത എന്താ? അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പറയുവാണ്, ഞാനും എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്താനായിട്ടാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പം സാജു അതിൻ്റെ ഏറ്റവും വലിയ രസം വെച്ചാൽ ഇന്നലെ 8 പേർക്ക് എനിക്ക് ജോലി കൊടുക്കാൻ, കാരണം എനിക്ക് ജോലി കൊടുക്കാൻ പറ്റുമെന്നല്ല പറയുന്നത്, ഞങ്ങളുടെ ടീമിൽ ഇന്നലെ 8 പേര് ഇന്നലെ വർക്ക് ചെയ്തിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ പുതിയൊരു സ്യൂട്ട് ഉണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ ഒരു വൈഫിൻ്റെയൊക്കെ കൂടി ഉള്ളൊരു വനിതാ സംരംഭമാണ് പമ്പയെങ്കിലും പമ്പയിൽ ഇന്നലെയും 2 പേർക്ക് ജോലി ഉണ്ടായിരുന്നു. കൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനേകം ആൾക്കാർക്ക് ജോലി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഹലോ, അപ്പച്ചൻസിനടുത്ത ഫോൺ വന്നു. അപ്പോൾ പറയുന്നതെന്ന് ആൾ വന്നു. അപ്പം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഞങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി വേണം നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ. എപ്പം നമ്മൾ മറ്റൊരാളുടെ